സിപിഎമ്മിനെ ഇനി എം എ ബേബി നയിക്കും. പിണറായി വിജയന് പുറമെ പി കെ ശ്രീമതിക്കും പ്രായപരിധിയിൽ ഇളവ്. പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ തുടരും. ടി പി രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, കെ എസ് സലീഖ എന്നിവർ ഉൾപ്പെടെ 19 പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണുള്ളത്. കേരളത്തിൽ നിന്ന് ആരും പുതുതായി പി ബിയിലില്ല. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട് മധുരയിൽ നിന്ന്. ഒപ്പം തന്നെ ബൽറാം നെടുങ്ങാടിയും ആർ ഷീത്തും വിവരങ്ങളുമായി ചേരും. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക്, ഇതാ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. കേന്ദ്ര കമ്മിറ്റിയിൽ ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പിണറായിക്ക് പുറമെ മറ്റാർക്കെങ്കിലും പ്രായപരിധിയിൽ ഇളവുണ്ടാകുമോ എന്നുള്ള കാര്യമായിരുന്നു ഉറ്റുനോക്കിയിരുന്നത്. പി കെ ശ്രീമതിക്ക് കൂടി ഇളവ് നൽകാൻ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുന്നു. വിശദാംശങ്ങൾ, പുതിയ വിവരങ്ങൾ ദീപക് ധർമ്മടം. പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടില്ല. പാർട്ടി കോൺഗ്രസിലേക്ക് ലിസ്റ്റുകൾ അവതരിപ്പിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിന്നും 3 പേർ പുതുതായി CC-യിലേക്ക് എത്തുന്നു. കേരളത്തിന് തന്നെ ഒരാൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി മാറുമ്പോൾ 3 പേർ പുതുതായി CC-യിലേക്ക് എത്തുന്നു. ദിനേശൻ, പുത്തലത്ത് ദിനേശൻ, അതുപോലെ LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ നേരത്തെ തന്നെ CC-യിൽ എത്തുമെന്ന് 24 റിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ നിന്നും സലീഖ, ഇത്രയും പേരാണ് പുതുതായി എത്തുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ PBയുടെ ഇളവ് അത് പിണറായി വിജയന് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. മാത്രവുമല്ല, നേതൃനിരയിൽ നിന്നും വലിയ ഒരു മുതിർന്ന നിര ഇറങ്ങി പ്രായപരിധിയുടെ പേരിൽ ഒഴിയുകയും ചെയ്യുന്നു. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, അതുപോലെ സുഭാഷിണി അലി, മാണിക് സർക്കാർ തുടങ്ങിയ വലിയൊരു നേതൃനിര തന്നെ ഇറങ്ങുന്നു. അത്തരമൊരു ഘട്ടത്തിൽ പിണറായി വിജയന് മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രായപരിധിയിൽ ഇളവ് നൽകി. പക്ഷേ CC-യിൽ പി കെ ശ്രീമതി ടീച്ചർക്ക് ഇളവ് നൽകി എന്നുള്ളൊരു വിവരം വന്നിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ പാർട്ടി കോൺഗ്രസിൻ്റെ അംഗീകാരത്തിലേക്ക് വന്ന ലിസ്റ്റിൽ ആ കാര്യം കാണാനില്ല. പക്ഷേ ആ കാര്യത്തിൽ അല്പസമയത്തിനകം പാർട്ടി കോൺഗ്രസിൽ ഈ CC അംഗങ്ങളുടെ അംഗീകരിക്കുന്നതോടുകൂടി ആ കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഏതായാലും പാർട്ടിയെ ഇനി കേരളത്തിൽ നിന്ന് നയിക്കും. 1978 ഏപ്രിൽ 8 പാർട്ടി കോൺഗ്രസിൽ വെച്ച് EMS-നെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. അതിനുശേഷം കേരളത്തിൽ നിന്നുള്ളൊരു നേതാവ്, കേരള ഘടകത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച നേതാവ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ചെങ്കൊടി പാർട്ടിയുടെ അമരത്തേക്ക് എത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ കേരളത്തിൽ CPIM-ന് രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂടി എഴുതി ചേർക്കാൻ EMS-ന് ശേഷം MA ബേബി എന്ന പുതിയ ജനറൽ സെക്രട്ടറിയിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. റിജിത്ത്, ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയാണ്. ഒപ്പം തന്നെ ബൽറാം നെടുങ്ങാടി കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പുതുതായി ആരും PBയിലേക്ക് എത്തുന്നില്ല. പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ 85 പേരായിരിക്കും. ടി പി രാമകൃഷ്ണനും പുത്തലത്ത് ദിനേശനും കേന്ദ്ര കമ്മിറ്റിയിൽ ഇടം പിടിക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, വിവരങ്ങൾ. ബൽറാം. റിജിത, പോളിറ്റ് ബ്യൂറോയിലേക്ക് കേരള ഘടകത്തിൽ നിന്നും പുതിയതായി ആരുമില്ല. അതേസമയം മലയാളിയായ വിജു കൃഷ്ണനെ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം നിലവിൽ കിസാൻ സഭ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഉൾപ്പെടുന്നു. കൂടാതെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അരുൺകുമാർ ഉൾപ്പെടുന്നുണ്ട്. ഈ ബൽറാം കേൾക്കാമോ? ബൽറാം തുടരാം. ബൽറാം. തീർച്ചയായും റിജിത്ത്, കേരള ഘടകത്തിൽ നിന്നും ആരും പുതിയതായി പോളിറ്റ് ബ്യൂറോയിൽ ഇല്ല എങ്കിൽ പോലും മലയാളിയായ വിജു കൃഷ്ണനെ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അരുൺകുമാർ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഭാഗമായുള്ള മറിയം ദാവ്ലയെ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതുകൂടാതെ മണിക് സർക്കാരിന് പകരമായി ജിതേന്ദ്ര ചൗധരിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശ്രീദീപ് ഭട്ടാചാര്യയാണ് ബംഗാളിൽ നിന്നും സുർജികാന്ത് മിശ്രയ്ക്ക് പകരമായി പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നിലവിലെ പോളിറ്റ് ബ്യൂറോയിലെ 7 ഒഴിവുകളും നികത്തിയിരിക്കുകയാണ്. നിലവിലുള്ള പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ അടക്കമുള്ള ഈ പ്രായപരിധിയെ തുടർന്ന് പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിഞ്ഞ് എല്ലാവരെയും പ്രത്യേക ക്ഷണിതാക്കളായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റിയിൽ എല്ലാവരും ഒഴിയും എന്ന കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ ഇന്നലെ രാത്രി ചേർന്ന പോളിറ്റ് ബ്യൂറോയിൽ തന്നെ തീരുമാനമെടുത്തിരുന്നു. അത് പൂർണ്ണമായും തന്നെ നടപ്പാക്കിയിരിക്കുകയാണ്. ഇവർക്ക് പ്രത്യേക ചുമതലകൾ ഉൾപ്പെടെയുള്ളവ നിശ്ചയിച്ച് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കേന്ദ്ര കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നും 3 പേരാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ടി പി രാമകൃഷ്ണൻ, LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീഖ എന്നിവരെയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്നും പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അനുരാഗ് സക്സേന, HI ഭട്ട്, പ്രേംചന്ദ്, സഞ്ജയ് ചൗഹാൻ, K പ്രകാശ്, ടി പി രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, സലീഖ എന്നീ 3 പേർ കേരളത്തിൽ നിന്ന്, അജിത് നാവ്ലെ, വിനോദ് നിക്കോലെ, സുരേഷ് പണിയാഗ്രൈ, കൂടാതെ കിഷൻ പരീഖ്, N ഗുണശേഖരൻ, ജോണി വെസ്ലി, S വീരയ്യ, ദേബബ്രത ഘോഷ്, സെയ്ദ് ഹുസൈൻ, കോണയ്ക്ക ഘോഷ്, മീനാക്ഷി മുഖർജി എന്നിവരെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ. അതിൽ ഏറ്റവും പ്രധാനം മീനാക്ഷി മുഖർജി തന്നെയാണ്. നിലവിൽ DYFI നേതാവാണ്. പശ്ചിമ
പശ്ചിമ ബംഗാളിൽ നിന്നുള്ള യുവ നേതാവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. കൂടുതലായി ഈ പ്രായപരിധി പൂർണ്ണമായും നടപ്പാക്കണം എന്ന ഒരു നിർദ്ദേശം ബംഗാൾ ഘടകം മുന്നോട്ട് വച്ചിരുന്നു. അത് ബംഗാളിൽ നിന്നും മുന്നോട്ട് വെച്ച കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ കാര്യത്തിലും പശ്ചിമ ബംഗാൾ പാലിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേസമയം മുഹമ്മദ് റിയാസിനെ പ്രതീക്ഷിച്ച പേര് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല കേന്ദ്ര കമ്മിറ്റിയിൽ. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ നിന്നും കൂടുതൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ നിലവിൽ തന്നെ ഉള്ളത് അടക്കം അദ്ദേഹത്തിനെ പരിഗണിക്കുന്നതിന് തിരിച്ചടിയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രകാശ് കാരാട്ട, ബൃന്ദ കാരാട്ട, മണിക് സർക്കാർ, SRP അടക്കമുള്ള പ്രായപരിധിയെ തുടർന്ന് ഒഴിഞ്ഞ നേതാക്കളെ പ്രത്യേക ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്നുള്ളത് കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ SRP, ബിമൻ ബോസ് എന്നിവരെ പ്രത്യേക ക്ഷണിതാക്കൾ ആയിരുന്നു. ഇത്തവണയും ഇവരെയും പ്രത്യേക ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 85 അംഗ കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു ഒഴിവ് ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം തെരഞ്ഞെടുത്ത കേന്ദ്ര കമ്മിറ്റിയിലും ഒരു ഒഴിവ് നികത്താതെ ഒരു ഒഴിവ് ബാക്കി വച്ചിരുന്നു. സുഭാഷിണി അലി, ഹനൻ മൊള്ള എന്നിവരും ക്ഷണിതാക്കളായി തുടരുന്നുണ്ട് പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം കേരളത്തിൽ നിന്നുള്ള PK ശ്രീമതിക്ക് ഒഴിവ് ലഭിച്ചേക്കും എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ, ഒരു വർഗ ബഹുജന സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ PK ശ്രീമതിക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പ്രായപരിധിയിൽ ഇളവ് നൽകിയേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ആ ഇളവും ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. PK ശ്രീമതിയെ കേന്ദ്ര കമ്മിറ്റിക്ക് ഇളവ് നൽകിയിട്ടില്ല. 3 പേരാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതിയതായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീഖ എന്നിവരാണ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട 3 പേർ. റീജിയൻ ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. കേരളത്തിൽ നിന്നുണ്ടായിരുന്ന 3 ഒഴിവുകളും നികത്തുകയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ. കേന്ദ്ര കമ്മിറ്റിയിൽ 85 പേരാണ്. അതിൽ കേരളത്തിൽ നിന്ന് TP രാമകൃഷ്ണനും പുത്തലത്ത് ദിനേശനും KS സലീഖയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുകയാണ്. MP രാജേഷ് ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നുവെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നെങ്കിലും MP രാജേഷ് കേന്ദ്ര കമ്മിറ്റിയിൽ ഇടം പിടിക്കുന്നില്ല. മുഹമ്മദ് റിയാസും ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയേക്കാം എന്ന തരത്തിൽ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ പേരും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഇടം പിടിക്കുന്നില്ല. അപ്രതീക്ഷിതമായി KS സലീഖയുടെ പേരാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്നത്. ശ്രദ്ധേയമായൊരു കാര്യം, പിണറായി വിജയന് മാത്രമാണ് ഇളവ് നൽകുന്നത്. PK ശ്രീമതിക്ക് ഇളവില്ല. പുതിയ വിവരങ്ങളുമായി ശ്രീത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീത്ത്, വിശദാംശങ്ങൾ. ശ്രീത്ത്, കേരളത്തിൽ നിന്ന് 3 പേരാണ് പുതുതായി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയത്. അതിൽ TP രാമകൃഷ്ണനും പുത്തലത്ത് ദിനേശനും ഒപ്പം തന്നെ KS സലീഖയുമാണ്. ഇതിൽ KS സലീഖയുടെ കടന്നുവരവാണ് ഏറ്റവും അപ്രതീക്ഷിതമായ കടന്നുവരവായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. സീനിയറായ വനിതാ നേതാക്കന്മാരായ J മേഴ്സിക്കുട്ടിയമ്മ, PK സനിതബ തുടങ്ങിയവരെ തഴഞ്ഞാണ് KS സലീഖ അപ്രതീക്ഷിതമായി കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിരിക്കുന്നത്. PK സനിതബയെ പരിഗണിക്കാനായിരുന്നു. കാരണം മുസ്ലിം എന്ന പരിഗണനയും ഒപ്പം തന്നെ വനിതാ പ്രാതിനിധ്യവും കണക്കിലെടുത്ത് PK സനിതബയെ പരിഗണിക്കുമെന്നായിരുന്നു ഏറ്റവും ഉറപ്പുള്ള സൂചനകൾ. എന്നാൽ അപ്രതീക്ഷിതമായി KS സലീഖ കടന്നു വരുന്നു. PK സനിതബ മുതിർന്ന സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിട്ടും അവർക്ക് അവസരം കിട്ടിയില്ല. അതുപോലെ തന്നെയാണ് MP രാജേഷ് അടക്കമുള്ള നേതാക്കളുടെ കാര്യവും. MP രാജേഷും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചില്ല. PK ബിജു അടക്കമുള്ള നേതാക്കന്മാരും കേന്ദ്ര കമ്മിറ്റി അംഗത്വം ഏതാണ്ട് ഉറപ്പിച്ചിരുന്നതാണ്. എന്നാൽ അവരും അവസാന നിമിഷം ഒഴിവായി. പകരം 3 പ്രധാനപ്പെട്ട നേതാക്കളെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്ന് വനിതാ സാന്നിധ്യമായ KS സലീഖയാണ്. TP രാമകൃഷ്ണൻ LDF കൺവീനർ എന്ന നിലയിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലെത്തി. കേന്ദ്ര സെന്ററുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്ന സംസ്ഥാന സെന്ററിലെ ചുമതലക്കാരൻ എന്ന നിലയിലാണ് ദിനേശൻ പുത്തലത്ത് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയതെന്നാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്ന വിശദീകരണം. ശ്രീത്ത്, എത്ര പുതുമുഖങ്ങളാണ് CCയിലേക്ക് ആകെ വരുന്നത്? ശ്രീ, മൊത്തം 85 അംഗ കേന്ദ്ര കമ്മിറ്റിയാണ് പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ഒരു സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. 19 പുതുമുഖങ്ങളാണ് ഈ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗങ്ങളായി പുതുതായി കടന്നു വന്നിരിക്കുന്നത്. പ്രായപരിധി മാനദണ്ഡത്തെ തുടർന്ന് നിരവധി ആളുകൾ ഒഴിവായി. PBയിൽ നിന്ന് മാത്രം 7 പേർ ഒഴിവായിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ് ഇക്കാര്യത്തിൽ ഇളവ്. ബാക്കി പ്രധാനപ്പെട്ട നേതാക്കളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, മണിക് സർക്കാർ എന്നിവരെ പ്രത്യേക ക്ഷണിതാക്കളായിട്ടാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർ 85 അംഗ കേന്ദ്ര കമ്മിറ്റിയിലില്ല. മറിച്ച് പ്രത്യേക ക്ഷണിതാക്കളായുള്ള 7 പേരിൽ 5 പേരാണ് ഈ പുതുതായി സ്ഥാനമൊഴിഞ്ഞ നേതാക്കൾ. G രാമകൃഷ്ണൻ്റെ കാര്യം, അതായത് G രാമകൃഷ്ണനും പ്രായപരിധിയിൽ ഒഴിവാകേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഇളവ് നൽകിയോ ഇല്ലയോ എന്ന കാര്യം വ്യക്തമല്ല. അദ്ദേഹത്തിന് മുഴുവൻ ഈ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടോ എന്ന കാര്യം ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട്.
എന്തായാലും പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും മണിക് സർക്കാരും അടക്കം സർക്കാരും ക്ഷണിതാവായിരിക്കുന്നു. ഹനൻമുള്ളയും SRPയെയും ബിവൻ ബസുവിനെയും ക്ഷണിതാക്കളായി നിലനിർത്തിയിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ PB നിന്ന് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു. ശ്രീത്ത്, മറ്റൊന്ന് MA ബേബിയാണ് ഇനി പാർട്ടിയെ നയിക്കാൻ പോകുന്നത്. സമകാലിക രാഷ്ട്രീയ സാഹചര്യം, സംഘപരിവാർ രാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്നുവെന്ന് വിലയിരുത്തപ്പെടുന്ന സാഹചര്യം, ആകെ കേരളത്തിൽ മാത്രം ഭരണം എന്ന നിലയിലുള്ള സാഹചര്യം, ബംഗാളിലാണെങ്കിൽ പാർട്ടിക്ക് വേരോട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന വിലയിരുത്തൽ, ഭരണമുണ്ടായിരുന്ന ത്രിപുരയിൽ തകർന്നടിഞ്ഞു പോകുന്ന സാഹചര്യം, അങ്ങനെ ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിനിടയിൽ MA ബേബിയുടെ നായകത്വം അതിനെ എങ്ങനെ വിലയിരുത്താം? ആശ്രയിത്ത്. വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു രാഷ്ട്രീയ സംഘടനാ കാലയളവിലാണ് MA ബേബി CPIMന്റെ ജനറൽ സെക്രട്ടറിയായി അവരോധിതനാകാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്കും സംഘടനാ നീക്കങ്ങൾക്കും മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ തലത്തിൽ CPIMന്റെ ശക്തി ക്ഷയിച്ച് ഏതാണ്ട് ദുർബലമായിരിക്കുന്നു എന്ന അവസ്ഥയാണ്. ബംഗാളിലും ത്രിപുരയിലും പാർട്ടി തകർന്നടിഞ്ഞതോടെ ലോക്സഭയിൽ CPIMന്റെ പ്രാതിനിധ്യം 4 അംഗങ്ങളായി കുറഞ്ഞു. അതിൽ 3 ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി തമിഴ്നാട്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള ജയമാണ്. കേരളത്തിൽ നിന്ന് മാത്രമാണ് LDFന്റെ പ്രതിനിധിയായി ഒരാൾ ജയിച്ചു കയറിയത്. അപ്പോൾ പാർട്ടിയുടെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ച ആളുകൾ ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കി 3 ആളുകൾ ഘടകകക്ഷികളായ പിന്തുണയോടുകൂടി ജയിച്ചു വന്നതാണ്. അപ്പോൾ ഈ ദുർഘടമായ സാഹചര്യത്തിൽ പാർട്ടിയെ നയിക്കുക, പാർട്ടിയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിക്കുക എന്നതാണ് MA ബേബിക്ക് മുന്നിലുള്ള വെല്ലുവിളി. ആ വെല്ലുവിളി അദ്ദേഹത്തിന് എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പാർട്ടിയുടെ അംഗസംഖ്യയിൽ കൊഴിഞ്ഞുപോക്കുണ്ട്, മറ്റ് പലയധികം പ്രശ്നങ്ങളുണ്ട്. ഈ കേരളത്തിൽ നിന്നുള്ള പാർട്ടി മാത്രമായി CPM ചുരുങ്ങിയെന്ന ആക്ഷേപങ്ങൾക്കിടയിൽ രാജ്യത്തെ ആകെ പാർട്ടിയെ നയിക്കുക എന്ന വെല്ലുവിളിയും MA ബേബിക്ക് മുന്നിലുണ്ട്.